ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും സ്നേഹം നിറഞ്ഞ വേൾഡ് കപ്പ് രാവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാന വേൾഡ് കപ്പ് മത്സരം കഴിഞ്ഞ് ആകെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാത്രമാണ് നമ്മൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ലുക്കും ചേലുമൊക്കെ നിങ്ങൾക്ക് മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇതാ നമ്മുടെ സ്ഥിരം വേൾഡ് കപ്പ് പ്രേക്ഷകൻ വളരെ സങ്കടത്തിലാണ്. വരും ദിവസങ്ങളിൽ എന്ത് കണ്ടിട്ട് ഉറക്കം കളയും, എന്ത് തിന്നിട്ട് ഉറക്കം കളയും എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും ഓടുകയാണ് അദ്ദേഹം. അപ്പോൾ നമുക്കിവിടെ 2 വണ്ടികളുടെ സംഗമം കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഈച്ചു അദ്ദേഹം തൻ്റെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യുന്നു. ഈച്ചു അദ്ദേഹത്തിന് പാർക്ക് ചെയ്യാനുള്ള വാഹന സൗകര്യം നമ്മുടെ അർബാനി ഒരുക്കി കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മാഫിയ വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് ഈ ഏരിയ ഒന്ന് നോക്കൂ. മൊത്തത്തിൽ ഈ ഇവിടെ ഞാൻ വണ്ടി മാറ്റായി കരുതി. അതിന് ബാങ്ക് വെച്ചോക്ക് മഞ്ഞ് മഞ്ഞടാ മഞ്ഞ് അല്ലേ. ഇതാ കാട്ടിൽ കൊണ്ടുപോകണ ഒരു വണ്ടി. ഞാൻ അവിടേക്കൊക്കെ സഫാൻ ഖാൻ്റെ വണ്ടി മുള്ള മഞ്ഞ് നോക്ക്. സഫാൻ ഖാൻ്റെ വണ്ടി അവിടെ നിർത്തി പാർക്ക് ചെയ്തിട്ടുണ്ടോ? ഡ്രീം ഡിസൈൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ അപ്പുറത്തൊരു BMW പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളെ കുഞ്ഞി അർബാനിയ അവിടെ ഒരു യാത്രക്കൊരുങ്ങി നിൽക്കുകയാണ്, നമ്മുടെ സ്വന്തം അർബാനിയ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് നമ്മുടെ ഇക്കുവിൻ്റെ സ്വന്തം ഇന്നലെ സ്വന്തമാക്കിയ ഇക്കു, അതായത് മോഹവില നൽകിയിട്ട് ഇന്നലെ സ്വന്തമാക്കിയ ഈക്കോ പറഞ്ഞിട്ടുള്ള വണ്ടി നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഡിസയർ മഞ്ഞിൽ കുളിച്ച് അതവിടെ കാണാൻ പറ്റും. കാട്ടിലേക്ക് ഇറക്കി നിർത്തിയിട്ടിരിക്കുന്നു. തൻ്റെ വണ്ടിക്ക് എന്തുമാവാം എന്നൊരു ഭാവത്തോടെ, എന്ത് വന്നാലും കുഴപ്പമില്ല എന്നൊരു ഭാവമുണ്ടെങ്കിൽ കാലെവിടെയോ മുട്ടി എന്നാണ് തോന്നുന്നത്. സ്വന്തം വണ്ടിയുടെ ഡോറ് കൂട്ടിയടിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം വണ്ടിയുടെ ആ എൻജിൻ പവറും ഡോറിൻ്റെ പവറും ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ വീണ്ടും എടുത്ത് കാണിച്ചിരുന്നു. അപ്പോൾ സ്വന്തം വണ്ടിയുടെ ബിൽറ്റ് ക്വാളിറ്റി പറയാന്നിരിക്കെ സ്വന്തം വണ്ടി തന്നെ തട്ടിയിട്ട് സൈഡായിരിക്കുന്നു ഈച്ചു. അപ്പം നമ്മളിന്നെല്ലാവരും നമ്മൾ അർബാനിയ ഒരു ട്രിപ്പിനൊരുങ്ങുകയാണ്. ഒരു ബ്രേക്കിന് ശേഷം ഒരു ട്രിപ്പ് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം മുമ്പ് ഇതേപോലെ ഒരു ട്രിപ്പ് പോയ സമയത്താണ് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ നമ്മളെല്ലാവരും തിരിച്ചിറങ്ങണത്. സോ എല്ലാവരും അന്ന് ഭയങ്കര സങ്കടത്തിലെല്ലാവരും അവിടുന്ന് തിരിച്ചിറങ്ങിയവരാണ്. ഇന്ന് എല്ലാവരും കൂട്ടിയിട്ട് ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും പോവാം, നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലം വരെ പോകണം, ഒരു സർപ്രൈസ് സ്ഥലം വരെ നമുക്ക് പോകാണ്ട് നടക്കാണ്. അപ്പോൾ അഫീഫിനെ പോലുള്ള പലരും വീടടക്കം കയ്യിലാക്കിക്കൊണ്ടാണ് വെള്ള തുണി വെള്ള വിരിയും എങ്ങോട്ടാണ് എടുത്തു വരുന്നത്. എനിക്ക് തോന്നുന്നു വണ്ടിൻ്റെ ഉള്ളിൽ കയറി കടന്ന് പുതച്ചു മൂടി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കണ്ണിൽ കണ്ടുകൊണ്ടാണ് അഫീഫിനെ പോലുള്ളവർ മുന്നോട്ട് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട അഫീഫ് അത് അന്തംഗമ്മിയായി വരും കേട്ടോ. കയ്യിൽ ഐപാഡ് ഗെയിം കളിച്ചല്ലത്. ഈ വെള്ള ഷീറ്റ് എടുത്തതിനുള്ള റീസൺ നിലത്തിരിക്കാനാണോ? കംഫർട്ട് തൊള്ളേ ചളിയാവൂല അഫീഫെ? അല്ലെ എല്ലാവരും ചെരുപ്പൂജി ഫ്രണ്ടിൽ ഊരിടിപ്പിക്കണം. അവിടെ നമ്മളെ ട്രിപ്പിൻ്റെ നമ്മളെല്ലാവരും വിളിച്ചു നടത്തിയ നമ്മുടെ നാഥനില്ല കളരി പോലെ ഓടുകയാണ്. അപ്പോൾ നാഥൻ വരുന്നു. എന്താ ചോക്ലേറ്റോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കറ്റ് കിട്ടിയ രണ്ടാളും പേസ്റ്റും ട്രിമ്മറും. എന്തോ അന്താരാഷ്ട്ര ഡീല് നടത്തിയ പോലെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത പോലെ അങ്ങനെ ആക്കി വരുന്നത്. അപ്പോൾ നമ്മൾ ബാസീഗർ നമ്മളെ കൂടെയുണ്ട്. ബാസീഗറാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇന്ന് രാജമ്മോന് ബോംബെന്ന് വരാൻ പോവാണ്. ഈ വണ്ടി കിടക്കണത് പേടിയാവാ. നബീൽ ഇന്ന് വലിയൊരുന്നാളാണല്ലോ, ഫേസ് ക്രീം വെച്ചാണ്ട് വരാന്. അത് അങ്ങനെ ഒരു ചെങ്ങായി ഒന്ന് പോവേ. എടാ സൗന്ദര്യാസ്വാദക ഇങ്ങോട്ട് വന്നാ. കണ്ണൂർ സൂപ്പർ ഫാസ്റ്റ് ബാസിലാണ് പറഞ്ഞ കേട്ടോ. ബാസിൽ വന്നിട്ടേ ഞാൻ ഞെട്ടിപ്പോയി. എടാ ജിമ്മേ അല്ലേ ഞാൻ ഒറ്റടിക്ക് നീച്ചില്ലേ? ഒറ്റടിക്ക് ഇല്ലേ? ഞാൻ നേരെ തിരിഞ്ഞ് എന്താണ് അപ്പം വണ്ടി വന്നെന്ന് പറയാൻ വേണ്ടി വന്നു. അപ്പോൾ അമലേട്ടൻ വന്ന് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ബാസിൽ വന്നത്. അപ്പോൾ തന്നെ നബീൽ എല്ലാ ദിവസത്തെയും പോലെ ഒരു ബാഗ് തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ള പ്രതീക്ഷയോടെ ഒരു ബാഗ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ ബാഗും കൊണ്ട് കഴിഞ്ഞ
ഒരാഴ്ചയായിട്ട് നബീൽ നടന്നുകൊണ്ടിരിക്കുക. തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് നബീൽ ഇതൊക്കെ ചെയ്യുന്നതും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അർബാനിയ ഇന്ന് യാത്രക്ക് വേണ്ടി വരികയാണ്. സോ ഇത് നമ്മൾ അർബാനിയൻ്റെ നമ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ പോലെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ അർബാനിയൻ്റെ നമ്പർ കണ്ടോളി, എഴുതി വെച്ചോളി. 77008726 എന്നുള്ള അർബാനിയയുടെ നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ യാത്രകൾക്കും കോളേജ് ട്രിപ്പുകൾ, കോളേജല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെറിയ ട്രിപ്പ് 10-15 ആൾ പോകാനുള്ള കമ്പനി ട്രിപ്പുകൾ, അല്ലെങ്കിൽ ഇങ്ങൾക്കൊരു കല്യാണ ട്രിപ്പുകൾ, 1 ഡേ സൈറ്റ് സീയിങ്, 1 ഡേ വയനാട് മൂന്നാർ പ്രദേശങ്ങൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അർബാനി നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. നമ്മളെ സ്വതസിദ്ധമായ ടാലൻറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മളെ ഡ്രൈവർ നിങ്ങളുടെ കൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മളെ സെൽമുണ്ണി എണീറ്റിട്ടുണ്ട്. എല്ലാവരും കണ്ണ് ബോഡിനേക്കാളും കുറച്ച് വലുപ്പം കൂടുതലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ബാസിലൊന്നും കിട്ടുന്ന നോട്ടെ. സുഹൃത്തുക്കളെ, ഇത് ഇന്നലെ രാത്രി വേൾഡ് കപ്പ് കഴിഞ്ഞത്. ശരി, സാധാരണ 6-7 മണിക്കൂർ ഇറങ്ങലുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ കണ്ണ് വീങ്ങിപ്പോവും. ഇതേപോലെ വീങ്ങും. നോട്ടെ കണ്ണ് കാണിച്ചെന്ന കണ്ണടൊക്കെ കണ്ണട ഉള്ളിലാണ്. കണ്ണ് പ്രശ്നമൊന്നുമില്ല. ചേട്ടാ പോയേ ഞാൻ അവിടെ ഇവരൊക്കെ എല്ലാരും വിളിച്ചോണ്ടേ. ഞാനാകെ പേടിച്ചു പോയി. ബാസിലൊരിക്കലും ഉണ്ടല്ലോ ഞാൻ ഒറ്റടിക്ക് ഞാൻ ചത്തിങ്ങനെ കടന്നിങ്ങനെ റെഡി വരാ. കൺഫർമേഷൻ എടുക്കണ്ടോ? എന്താ പിന്നെ റീസാനോന്റെ കുന്തപ്ലേറ്റ് ഘടിപ്പിച്ചുട്ടോ ഇന്നത്തെ ഒരു യാത്രക്കുള്ള. ഓ സിസ്റ്റല്ലേ, പുതിയ സെറ്റപ്പ് അല്ലേ നമ്മളെ ഓരോ സെറ്റപ്പുകളല്ലേ നബീൽ ഇതൊക്കെ. അപ്പൊ നബീലിന്റെ മുടി നരച്ചു തുടങ്ങിയതാ. നബീലിന്റെ മുടി നരച്ചു തുടങ്ങി, ഇന്റെ മുടി നരച്ചു തുടങ്ങി, ഇതാ ബാസിലിന്റെ മുടി സൈഡ് നരച്ചു തുടങ്ങി. സൽമാൻ കേട്ടോന്നാ? സൽമാന്റെ പിന്നെ നരച്ചിട്ടില്ല. സൽമാൻ നമ്മളെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും നരക്കാത്ത മുടിയുള്ളത്. അപ്പൊ എന്താ വെച്ചാല് വയസ്സാവുകയാണ് കേട്ടോ. അതാണ് ഇതിന്റെയൊക്കെ സൂചന. അപ്പൊ നമ്മുടെ സ്വന്തം അമലേട്ടൻ ഏത് യാത്രകൾ പോകുമ്പോഴും നമ്മുടെ സ്വന്തം അമലേട്ടൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. അമരമ്പലത്തിൽ നിന്നും അമലേട്ടൻ. ഇതിപ്പോ കറക്റ്റ് ഉറക്കൊക്കെ ഉറങ്ങി ഈ ട്രിപ്പിൽ നമ്മളെ കൂടെ വരുന്ന ഒരേ ഒരാള് അമലേട്ടൻ മാത്രമായിരിക്കും. അമലേട്ടൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ജാപ്പനീസ് സ്റ്റൈലിൽ പടമായതാണെന്ന് തോന്നുന്നു. എടാ ഞാൻ പറയട്ടെ, ചെരുപ്പുകൾ ഇവിടെ ഊരിക്കോളിട്ടോ. കാരണം എന്താ അറിയോ, അവിടെ ഇന്ന് നിലത്ത് കിടക്കണല്ലോ എല്ലാരും. അല്ല ഞാൻ നിലത്ത് കിടന്നുണ്ട്. സൽമാനിതാ റെഡിയാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് നമ്മളെ കണ്ണൂർ സ്വദേശി അസീബ് ഇന്ന് വൈകുന്നേരം ഏതോ വലിയ ഏതോ കുടിയിരിക്കൽ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പോകേണ്ട ആളാണ്. കണ്ണൂർ എത്തുമെന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മള് 4:30 പുലർച്ചക്ക് ഇറങ്ങേണ്ട നമ്മൾ പോണത് രാവിലെ 8 മണിക്കാണ്. അപ്പൊ എന്നിരുന്നാലും ഓനൊരു കോൺഫിഡൻസ് ഒന്ന് നോക്കിയേ. ഇന്ന് വൈകുന്നേരം ഒരു ലക്ഷറി വർക്ക് അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ വീഡിയോ ഷൂട്ടിന് പോകേണ്ട ആളാണെന്ന് കണ്ട ഒരിക്കലും പറയില്ല. മുനീർ ഇതാണ് എനിക്ക്. മുനീറിന്റെ അടുത്ത് ചാർജറല്ലേ മുനീറെ? വയറ് സാധനങ്ങളൊക്കെ അല്ലേ. ബാസ്തീകർ അവസാനത്തെ സീറ്റ് പിടിച്ചിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ നിലത്ത് കിടക്കുന്ന ആൾക്കാരെ സെറ്റപ്പ്. ചെരുപ്പ് കിട്ടോ? ഹൈക്രോസോ? ലോക്കാക്ക് വണ്ടികളൊക്കെ ലോക്കാക്ക്. ലേറ്റ് ഒന്നുണ്ടോ? നമ്മൾ യാത്രക്ക് ഒരുങ്ങാണ് സുഹൃത്തുക്കളെ. ഇന്ന് സീനാവും. എല്ലാം കൂടി പിരാന്തയക്കണേ. ഇന്നലെ ഫ്രാൻസിന്റെ കോച്ച് ഇങ്ങനെ നിന്നേക്കാണ് 80-ാം മിനിറ്റില്. അതേ നിർത്താണ്. ഫ്രാൻസിന്റെ തോൽവി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ചർച്ചയില്ല. ഇത്രയും ദിവസം നല്ല കളി വെച്ചുകൊണ്ട് ഇന്നലെ പന്ത് തൊടാൻ കിട്ടിയില്ല. എന്താ അങ്ങനെ ആയത്? ഫ്രാൻസ് സ്പെയിന് ഫുൾ ഗെയിം ചേഞ്ച്. പന്ത് കൊടുക്കണില്ല.
പോയി അത്ര മതി. ഞാനാണ് ഈ ഐഡിയ ഉണ്ടാക്കിയതേ. അതാ ഞാൻ അവിടെ എന്താ കാട്ടുക ചുരുളേ അവിടെ ചുരുണ്ട് കിടക്കേണ്ടി വരും. ഞാൻ പിന്നെ ഡോറിന്റെ കിടക്കേ അല്ല കുറച്ച് നീണ്ട അവിടെ വരെ എത്തി. അവിടെ ലൈറ്റ് കൂടുതലാവും. ഒത്തു കുടിച്ചാ ഒലക്കും പോരും. അല്ല ഞാൻ പറയട്ടെ അഫിയെ, എന്നാ ബാക്കിൽ ഞാൻ കിടക്കാം. മല പോരിട്ടോ അല്ല ബാക്കിൽ ഞാൻ കിടക്കണേ, ഞാൻ കിടക്കാം. അല്ല വേണ്ട ബുദ്ധിക്ക് പറഞ്ഞിട്ടോ അവന്. അല്ല എല്ലാ സാധനങ്ങളും എടുത്തു നമ്മള്. അവനേട്ടാ പോയിട്ടോ. ഒരു സെക്കൻഡ്, സാധനങ്ങൾ എടുത്ത് നോക്കാനേ. കോട്ട് എടുത്തുക്കണേ. അപ്പം പല കോട്ടും സ്യൂട്ടുകളും എടുക്കാനുള്ള സമയമായി. എല്ലാവർക്കും അറിയണ പോലെ ഇനി നമ്മളൊന്നും മറച്ചു വെക്കണില്ല ആരും മുന്നിൽ. കാരണം അതാ സാധനം അതെന്റെ കോട്ടതാ, എന്റെ കോട്ടിൻ്റെ അത് കാണിച്ചു കൊടുത്താ. അപ്പൊ അത് നമ്മൾ അടുപ്പിക്കണത് കാസർഗോഡ് നിന്നൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അളവ് കാര്യങ്ങൾ ചെറിയ മാറ്റമുള്ളതുകൊണ്ട് അത് മാറ്റാൻ അടക്കമുള്ള ഒരു യാത്രയാണ് ഈ ഒരു യാത്ര. അപ്പൊ ഒരു കോട്ടിന്റെ അളവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ 18 സുഹൃത്തുക്കളെയും ഇത്രയും വലിയ ഡബിൾ ഡെക്കർ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. ഉറക്കം എണീപ്പിച്ചിട്ട്. ഈച്ചോ എല്ലാ വണ്ടികളും ലോക്കൽ ഈച്ചോ 1 മണിക്കൂർ എന്താ അറിയാട്ടോ ഒരു പവർ ഉണ്ട്. അത് കുറച്ചു നേരം ഉണ്ടാവും, പിന്നെ ഇങ്ങോട്ടിരുന്ന. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ യാത്ര ആരംഭിക്കാണ്. ഈ ഒരു യാത്ര എന്തൊക്കെയോ എടുത്തിട്ടില്ല തോന്നണേ. അല്ല വ്ളോഗിന്റെ സാധനം എടുത്തില്ല സൽമാനെ? പെട്ടിയും മൈക്ക് കൊടുത്തില്ലേ? എന്ത് എടുത്തിട്ടില്ല, പിന്നെ എടുക്കാം. അപ്പം എന്ത് വന്നാലും വ്ളോഗ് മുടങ്ങരുത്. എന്റെ പാവപ്പെട്ട പ്രേക്ഷകർക്ക്, എന്റെ 3.5 മില്യണോളം വരുന്ന എന്റെ സഹൃദാക്കളായ പ്രേക്ഷകർക്ക് വ്ളോഗ് മുടങ്ങാതെ കിട്ടണമെന്ന് മാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. 390 റുപ്യന്റെ ഈ ട്രൗസറും 290 ഈ ഷർട്ടും ആകെ പിന്നെ എന്റെ വ്ളോഗിന്റെ ക്യാമറയും മാത്രമാണ് ഞാൻ എടുത്തെന്ന് ഉറപ്പെടുത്തിക്കുന്നത്. ബാക്കി എന്തൊക്കെ എടുത്തത് കല്ലി വലിയ അള്ളാഹോ ഒന്നും എടുത്തുകൊണ്ടൊന്നും ഒരു ഓർമ്മയില്ല, ഉറപ്പില്ല. അപ്പൊ നബീൽ ഖജാൻജി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു യാത്ര കാസർകോട്ടേക്കോ കണ്ണൂരേക്കോ എന്നറിയാതെ നമ്മൾ തുടങ്ങുന്ന ഈ ഒരു യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ അർബാനയിൽ ഈ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ, ആരംഭിക്കുകയാണ്. അപ്പൊ നിഹാൽ അവർകൾ ഇതാ മറ്റേ ജപ്പാനിൽ നിന്ന് വാങ്ങിയ ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിഹാൽ. ബാഗില്ല, മസിൽ ബ്ലേസിന്റെ ബാഗ് ഉണ്ട്. ആ ടെക്പ്രോന്റെ ബാഗ് ഉണ്ട്. എന്താ തണുപ്പില്ലേ ഈ വണ്ടിയില് അല്ലേ? നമ്മളെ വണ്ടി സൂപ്പർ തന്നെ. ആന്ന് എന്താ ചെയ്യാ. അപ്പം ഇത് പുറത്തുനിന്ന് തന്നെ പ്രേക്ഷകർ ഈ രീതി സ്വീകരിക്കരുത്, സീറ്റുകൾ ഉപയോഗപ്പെടുത്തണം. കാരണം 17 സീറ്റർ ആണ്. അത് നമ്മള് മാത്രം യൂസ് ചെയ്യാം. നമ്മളെ മൊയിലാളിന്റെ വണ്ടി തന്നെ ആയതുകൊണ്ട് EMI അടയുന്നതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതികളാണ് സുഹൃത്തുക്കളെ. എടാ നമ്മളെ കുട്ടികളാ ഇത് നമ്മളെ കുട്ടികളുണ്ടോ? ആ നമ്മളെ അയലോക്കത്തെ ചെക്കന്മാരാണ്. ഹേയ്, രണ്ടാള് പല്ലിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. പോലല്ലേ, സ്കൂൾ കഴിഞ്ഞ് കിട്ടണവരെ എല്ലാവരും അത് തന്നെയാണ് ചിന്തിക്കുക. പിന്നെ സ്കൂൾ കഴിയുമ്പോഴാണ് എന്ത് നമുക്ക് മനസ്സിലാവുക സീബേ, അത് തന്നെയാണ് സത്യം എന്ന് മനസ്സിലാവുക അല്ലേ? കത്താണേ. അസീബിന്ന് ഏതോ റിച്ച് കുടിയിരിക്കലിന്റെ ഔട്ട് എടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കാണ്. എത്തോ ആവോ. അപ്പൊ എന്തായാലും നമ്മൾ യാത്ര ആരംഭിക്കാൻ സുഹൃത്തുക്കളെ. ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ള എല്ലാവരും കമന്റ് ചെയ്യുക, ഗസ് ചെയ്യുക. ഒരു സർപ്രൈസ് ലൊക്കേഷനാണ്. ചെക്കന്മാരോട് ആരോടും ലൊക്കേഷൻ അങ്ങനെ ഡിസ്ക്ലോസ് ആക്കിയിട്ടില്ല. പക്ഷെ ഇത് തീർത്തും എന്റേതായിട്ടുള്ളൊരു പ്ലാനാണ്. നമ്മൾ ഇന്ന് വന്നിറങ്ങുന്നത് രാജമോൻ ബോംബെ നിന്ന് വരുമ്പോൾ രാജമോനൊരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളതും ഞങ്ങളൊരു പ്ലാനാണ്. സോ ഗൈസ്, നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ അർബാനിൽ യാത്ര ആരംഭിക്കുകയാണ്. സോ വ്ളോഗ് കണ്ടു തുടങ്ങുന്നവർ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ്. നമ്മൾ 3,60,000 അത് ഈറോട്ടിന്ന് അങ്ങനെ ചെറിയ സൗണ്ട് ഉണ്ടാവും. നമ്മൾ ഫ്ലോയിൽ പോകും. 3,60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എന്തായാലും നമുക്ക് എത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് രാജമോൻ എടുക്കുന്ന വിശേഷങ്ങളും വിവരങ്ങളും കാണാം.
സിനിമയിൽ അതിക്രൂരമായ ശിക്ഷാ നടപടികളാണ്. അതിലേക്കാ 2 ചപ്പാത്തി പിന്നെ ചപ്പാത്തി ആർക്കൊക്കെ വേണ്ടേ അതൊന്നും പറഞ്ഞേ. ആർക്കും വേണ്ട. എനിക്ക് ചപ്പാത്തി, 2 സെറ്റ് ചപ്പാത്തി. പിന്നെ പൊറാട്ട, നൂൽപുട്ട്, പൊറോട്ട. 2 നൂൽപുട്ട്. നൂൽപുട്ട് എത്ര? ആ നൂൽപുട്ട് എത്ര ഒക്കെ പറഞ്ഞു? 5 നൂൽപുട്ട്, ഒന്നിനും കൈ കൊണ്ട് ചാടും. 5 സെറ്റ് നൂൽപുട്ട്, 2 സെറ്റ് ചപ്പാത്തി. പൊറോട്ട ആർക്കാ വേണ്ടി? 3 സെറ്റ് പൊറോട്ട. ബാക്കി ഇപ്പൊ പറഞ്ഞു. നോമ്പോ ചിക്കൻ കറി, മീൻ കറി, രാവിലെ 10 പറയാത്തൊരു സാധനം ചോദിച്ചു. മുട്ട റോസ്റ്റ് ഉണ്ടോ? മുട്ട റോസ്റ്റ് ഇല്ല. എന്നാലും ബീഫോ 5 പത്തിരി 5 പത്തിരിയോ? അത് വരും പറയാം. വേറെ കറികൾ എന്തൊക്കെയാ ഉള്ളത്? എനിക്കൊരു ചിക്കൻ കറി പിന്നെ പുഴുങ്ങിയ മുട്ട ഉണ്ടാവും. എല്ലാവർക്കും ചിക്കൻ കറി പറഞ്ഞോ? എല്ലാരും ചിക്കനാ? മിക്സഡാക്കി പറഞ്ഞാണ്. ആ കോഴിമുട്ടുണ്ടോ? കോഴിമുട്ടല്ലേ? 2 മീൻ കറി. മുട്ടക്കറി ഇല്ല. ഉറങ്ങണോ? കോഴിമുട്ട ഇടയ്ക്ക് ഇക്ക 2 മീൻ കറി, ബീഫ് കറി, 1 മീൻ കറി, 1 ബീഫ്. വേറെ ആർക്കൊക്കെ ബീഫ് വേണ്ടി? അല്ല മൊത്തം ഒരു 3 അല്ലെങ്കിൽ 4 ബീഫ് വരണ്ട് പോരെ? പിന്നെ അത് തിന്നണം കേട്ടോ. കറി മീൻ കറി അമ്മലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആ ചിക്കൻ കറി. പിന്നെ പുഴുങ്ങിയ മുട്ട ഉണ്ടാവോ? ആ ഒരു 5-6 പുഴുങ്ങിയ മുട്ട. ചായ ആർക്കൊക്കെ വേണ്ടി? ചായ ആർക്കൊക്കെ വേണ്ടി? ഗ്രീൻ പീസോ? ഉറങ്ങി നീച്ചാദ്യം. എല്ലാരും ഉറങ്ങാട്ടോ സുഹൃത്തുക്കളെ. നമ്മളെ അതിഥിനെ വെയിറ്റ് ചെയ്ത് എയർപോർട്ടിൽ പോകേണ്ട ആൾക്കാരാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെല്ലാ സ്ഥലത്തും കറക്റ്റ് പങ്ക്ച്വാലിറ്റി അതുപോലെ കീപ്പ് ചെയ്യണുണ്ടെന്ന് വെച്ചാൽ അതിഥി എയർപോർട്ടിൽ ഇറങ്ങി അതിഥിന്റെ ആവശ്യത്തിന് പോയി. അപ്പൊ അതിഥി ആളെത്തി, പക്ഷെ നമ്മളോട് ഇതുവരെ അതിഥി എത്തിയിട്ടില്ല. ആ അവസ്ഥയിലാണ് ഇപ്പൊ പോയിരിക്കുന്നത്. നേരം വെക്കിച്ച ആളാണ് ഈ കാണുന്നത്. ഇക്കു പറഞ്ഞാളെ ബില്ല് വന്നപ്പോ തന്നെ എത്ര ആൾക്ക് ചായ വേണോടാ? 1 2 ചായ വേണോ? 3 നിങ്ങൾ തീരുമാനിച്ചു. ഇബലവടിയിൽ ഓർഡർ ചെയ്യാൻ നിൽക്കണ പൊട്ടന്മാരാവും. ചായ വരാ, പിന്നെ കോഴി വരാ. ചായ വേണ്ട, ഗ്രീൻ പീസ് 1, കോഴിമുട്ട ആർക്കൊക്കെ വേണ്ടി? എന്നാ ചായ തന്നെ മതി. ചപ്പാത്തി ആർക്കെങ്കിലും വേണോ? എന്നാ പുട്ടുണ്ടോ? നിങ്ങളൊരു മറ്റേ അഖില കേരള മറ്റേ സൗന്ദര്യ ആസ്വാദക മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ എല്ലാവർക്കും കോഴിമുട്ട. അല്ലെങ്കിൽ പെരയിൽ ഡെയിലി 5-6 മുട്ടയും പുഴുങ്ങി അവിടെ വന്നിട്ട് കേടന്ന് പോണ്. ഇന്ന് ബെൽക്ക് ഇവിടുന്ന് മുട്ടല്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റും. പെരയില് നേന്ത്രപ്പായം പുഴുങ്ങിയതും കാടമുട്ടയും കോഴിമുട്ടയൊക്കെ പുഴുങ്ങിയത് കാസറോളിലാക്കി വെക്കലുണ്ട്. അത് വൈകുന്നേരം പിറ്റേ ദിവസം അത് അങ്ങനെ ഉമ്മ ചോദിച്ചു നിങ്ങളൊക്കെ മുട്ട പുഴുങ്ങാൻ പറഞ്ഞിട്ട് അതൊന്നും തിന്നാത്തവർക്ക് ഇന്ന് ഇവിടെ കൊണ്ടോട്ടി അങ്ങാടിയിൽ നിന്ന് പുഴുങ്ങിയ മുട്ട തന്നെ വേണം. ആർക്കും എക്സ്പ്രഷനൊന്നുമില്ല. എന്ത് കുടിച്ചിന് മണ്ണ് കലക്കിട്ടോ? എന്തൊരു കടുപ്പാണത്. അപ്പൊ നമ്മള് ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്ത് നമ്മൾ എങ്ങട്ടാ പോണത് അറിയോ? കണ്ണൂർ. അപ്പൊ അസീബിന്റെ നാട് നമ്മളെ ഫേവറേറ്റ് നാടാണ്. അപ്പൊ കണ്ണൂരിലേക്ക് നമ്മൾ പോവാണ്. അമലേട്ടനുണ്ട്, ഈച്ചുണ്ട്, അസീബ്, നമ്മളെല്ലാ സുഹൃത്തുക്കളുണ്ട്. വേറൊരു വിദേശി സുഹൃത്ത് നമ്മളെ കൂടെ ഇപ്പോൾ വന്നു ചേരും. അപ്പോൾ വിദേശി സുഹൃത്തിൻ്റെ ഇതിലുള്ളൊരു ആത്മാർത്ഥത ഞാൻ കാണുന്നത് വെച്ചാൽ
ഇതിൽ വിദേശത്തുനിന്ന് വന്ന് നേരെ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ട്രിപ്പിലാണ്ട് കയറുകയാണ്. പെരേക്ക് പോലും പോവാതെ നേരെ യാത്രയിലേക്ക് വന്ന് ചേരാണ് നമ്മളെ വിദേശി സുഹൃത്ത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സുഹൃത്ത് പെട്ടി പൊട്ടിച്ചാൽ മാത്രമല്ല ഉണ്ടാവുക ആവും. അത് 2 ദിവസത്തിന് വരുന്നവരതൊക്കെ ചില പ്രത്യേക പരിപാടികൾ മാത്രം കൂടിയിട്ട് തിരിച്ചു പോകാനുള്ള വ്യക്തികളാണ് വരുന്നുണ്ടോ. അപ്പോൾ നമ്മളെ വ്യക്തി എത്താനായിട്ടുണ്ട്. നിങ്ങൾ പോയി എടുത്തു തരാം ഇരുന്നോളി. നിങ്ങളവിടെ നോക്കിക്കോളി. സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സർപ്രൈസ് ഗസ്റ്റ് എത്താനായിരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന കൊണ്ടോട്ടി അങ്ങാടി, ഉണർന്നു വരുന്നുള്ള നമ്മളങ്ങാടി. ഇതാ നമ്മുടെ അതിഥി ഇതാ വന്നെത്തുകയാണ് സുഹൃത്തുക്കളെ. കാണികൾ ഇതാ കണ്ടോളൂ, നമ്മുടെ അതിഥി ഇതാ എത്തിയിരിക്കുകയാണ് എയർപോർട്ടിൽ നിന്നും. ഞങ്ങളെല്ലാരും കൂട്ടാൻ പോയിട്ട് എന്ത് കഥ? എങ്ങനെയുണ്ട്? വെയിറ്റ് പറഞ്ഞില്ലേ? വെയിറ്റ് പറഞ്ഞു. താട്ടിയൊക്കെ ഇവിടെ പോയി ഉള്ളു പോയില്ലേ? 96 96 എത്ര ആക്കി പറയും? 96 എത്ര ആക്കി കാണും? 84 88 8 കിലോ ആണ് കുറച്ചു. നമ്മള് തെറ്റാ പൈസ കിട്ടോ ബ്രോസ് തീരുപ്പിച്ചാലോ. ഞങ്ങള് പറയും നീ കഴിക്കും. ലുക്കൊക്കെ കൂടിയാലോ? ഹെയർ സ്റ്റൈല് മാറ്റിയോ? രാവിലെ ഞങ്ങളെല്ലാരും കൂടെ ഉറങ്ങി നീച്ചാൽ ലേറ്റ് ആയി. വരി എന്ത് കഥ? വരൂ. താട്ടിയൊക്കെ പോയിട്ടോ? പോക്കൂലേ? ഏതാ ഡയറ്റ്? ഇന്ത്യയിലാരും വലിയ ഡയറ്റാണുള്ളത്. ഒരു ഹോട്ടലാട്ടത്. മുട്ട വന്നിട്ടോ. നമുക്ക് മുട്ടാതിരോ? ചപ്പാത്തി പൊറോട്ട. അപ്പൊ അസറു ഓരോ സുഹൃത്തുക്കളെ ഓരോരുത്തരെ ആലിംഗനം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ നബീലിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നു, നിഹാലിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. ആരായിരുന്നു? നബീലിന്റെ കുസൃതി നുള്ളുകളിൽ അസറു ഉൾപ്പുളകം കൊള്ളുന്നു. സൽമാൻ എത്തിയ പൊറോട്ടയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇതാ ഒരു മുട്ടതാ ബാസിലിത. ഞങ്ങൾ സൗന്ദര്യാസ്വാദക പ്രേമികളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തലൂടിയാണ്. അവസാനം മുട്ട എടുത്ത് തിന്നുന്നു. നബീലിന്റെ മുട്ട അവിടെ കുടുങ്ങിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എല്ലാരും മുഖം കണ്ടാ തന്നെയാണ് ഇന്ന് രാത്രിക്കത്തെ കളിയാണ് ഇവരുടെ എല്ലാരും ഹാപ്പിനെസ് തീരുമാനിക്കുന്നത്. ഇന്നത്തെ സന്തോഷം, വരും ദിവസങ്ങളിൽ സന്തോഷം ഇന്ന് രാത്രിത്തെ കളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അസർ പറയണത്. എന്തായാലും നമുക്ക് കണ്ടറിയാം സുഹൃത്തുക്കളെ. സ്പെയിൻ ഭയങ്കര നല്ല. ഇൻ കേസ് അർജന്റീന എത്തിക്കഴിഞ്ഞാൽ സ്പെയിൻ നോക്കിപ്പോ നേരെ വന്ന് ഇടുകയാണ് അർജന്റീന. ട്രോൾ തോല് പറയണത് എത്ര ജയിച്ച് നമ്മള് മാറ്റിട്ടടാ. ഇന്ന് സുഹൃത്തുക്കൾ എന്താ വെച്ചാൽ ചെക്കന്മാരെല്ലാരും ആരെയാണോ ഇവര് സപ്പോർട്ട് ചെയ്യണത് ആ ടീം തോറ്റു പോവാണ്. അപ്പൊ ഇന്നിപ്പോ എല്ലാരും വലിയ സപ്പോർട്ട് ചെയ്യണ അർജന്റീനയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാരും അർജന്റീന ജേഴ്സി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അർജന്റീന ജയിച്ചിട്ട് നോക്കിയാൽ നമുക്ക് തോന്നി പൊറോട്ടയ്ക്ക് ദേശീയ ഭക്ഷണം. ചപ്പാത്തി വേണ്ടി പൊറോട്ട ഉണ്ട്. ചപ്പാത്തി ഇട്ടോ. കറി എല്ലാം പറഞ്ഞോളിട്ടോ. എന്തിനാണ് നാട്ടിൽ വന്നതിന്റെ ലക്ഷ്യം? നാട്ടിൽ വന്നതിന്റെ ലക്ഷ്യം ചില പരിപാടികൾ കൂടാൻ, ചിലതാടാനും, ചിലതൊക്കെ കൂടാനും ചിലതൊക്കെ പാടാനും കൂടി ആടാനും. ആര് പരിപാടി പറഞ്ഞോ? പറയണ്ട. അങ്ങനെയാണ് ഊഹിച്ചെടുത്തോട്ടെ. എന്തായി പരീത്ത പരിപാടികളൊക്കെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? പേരപ്പണി കഴിഞ്ഞിട്ട് അവിടെ ഒരു കല്യാണം കൂടാൻ പറ്റുന്നു. ടൈം എടുക്കും. അപ്പൊ എന്തായാലും നമ്മളെ ആദരണീയനായ അസർ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഫസൽ അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെല്ലാ സുഹൃത്തുക്കളും
കൊണ്ടോട്ടിയിലെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നമുക്ക് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണാം. ഫുഡ് ഓരോന്നോരം എത്തിക്കൊണ്ടിരിക്കുന്നത്. ബീഫ് എത്തി, കോഴി എത്തി, മറ്റേ മാംഗോ കറി എത്തി. ഉറക്കപ്പിച്ചിലെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഴിച്ചു കണ്ട് ഡയറ്റ് അങ്ങനെ പൊട്ടിച്ചാ എരു കൂട്ടിയില്ല, ഭയങ്കര ഇതൊക്കെ അമേരിക്കക്കാര് പറഞ്ഞേ. അപ്പോൾ എന്തായാലും ചായ അടിച്ചുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ ചായയും പരിപാടികളൊക്കെ ആയി. എല്ലാവരും ചായ കുടിച്ചിരിക്കുകയാണ്. ആരാ? ഞാനല്ലട്ടാ ഭയ്യാ. ഓ ജർമ്മനി. പക്ഷെ ഞാൻ കുറെ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. സപ്പോർട്ട് ചെയ്യണില്ല ടീം. സപ്പോർട്ട് ചെയ്യണില്ല. ഞാൻ അതിന്റെ ഇന്നർ പൊളിറ്റിക്സിൽ ഞാൻ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടല്ല ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത്. ഞാൻ എവിടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? नाम क्या है आपका? नूर मोहम्मद. സീ ഭയ്യ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇതാ ലോകകപ്പ് ചർച്ചകളിലേക്ക് മുറുകയാണ്. എല്ലാവരും അർജന്റീനയുടെ വേഷം കെട്ട റെഡി ആയി നിൽക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും. എന്റെ ഒരു അഭിപ്രായത്തിൽ മെസ്സി ഒരു ഹാട്രിക് അടിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന. മെസ്സി ഒരു ഹാട്രിക്, ഓട്ടോമെന്റ് 2 ഈ പ്രാർത്ഥന ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് കേട്ടോണ്ടിരിക്കേനി. മെസ്സി ജയിക്കണേ എന്നുള്ള പ്രാർത്ഥന ബ്ലോഗിന് എടുക്കാൻ പറ്റില്ല. ഇന്നെന്താ ഓട്ടോമെന്റിനെ 70 മിനിറ്റിൽ ഇറക്കിക്കാണ്ട് ആരികനൊക്കെ പൂട്ടും. ആ 70 മിനിറ്റ് വരെ ആരികനെ ആര് പൂട്ടും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ മെസ്സി ഇന്നൊരു ഹാട്രിക് അടിക്കണം. അർജന്റീനന്റെ കളി അർജന്റീന ജയിക്കണം. ഇന്ന് നമ്മളൊരു അവലോകനം വെച്ചിട്ട് ഇംഗ്ലണ്ട് ജയിക്കാനാണ് സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം പ്രകടനം അർജന്റീന പറഞ്ഞത് ഇംഗ്ലണ്ട് എന്തായാലും പൊട്ടിച്ചു. അത്രത്തോളം പ്രകടനം അർജന്റീന കാഴ്ച വെക്കണം. അത് കഴിഞ്ഞ കളി വെച്ചിട്ട് അർജന്റീന കാഴ്ച വെക്കണോടത്ത് കല്ലത് പോക്ക്. ഞങ്ങളിത് പറയാനുള്ള കാരണം അർജന്റീന ജയിക്കാനല്ലോ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ടീമൊക്കെ തോറ്റു. ഇന്ന് അർജന്റീന ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് ഒരു കാര്യമുണ്ട്. ഈ വേൾഡ് കപ്പിൽ നല്ല കളി കളിക്കുന്ന ടീമുണ്ട്. അത്ര കളി എന്തായാലും അർജന്റീന കളിച്ചിട്ടില്ല. അപ്പൊ ഈ കളി വെച്ചിട്ട് കപ്പടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ സ്പെയിൻ കളിച്ച കളി ഏതാ കളി കളിക്കണോ? ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് വിലയിരുത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇന്നാണ് അർജന്റീനക്ക് നല്ല ടീമിനെ കിട്ടുന്നത്. ചിലപ്പോ നല്ല കളി അർജന്റീന കളിക്കുകയാണെങ്കിൽ ഒരു കപ്പടിക്കണം. അത് കളിക്കുകയാണെങ്കിൽ അല്ല തട്ടിമുട്ടി ഇങ്ങനെ കൊട്ടുകാര സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണേ. ബസ് ഉണ്ടാവില്ലേ? അപ്പൊ ഇംഗ്ലണ്ട് ജയിക്കാൻ ചാൻസ്. ആരെയൊക്കെ ജയിച്ചട്ടെ? ആര്യാടനോ? ഇലക്ഷൻ അല്ല ചങ്ങായി, വേൾഡ് കപ്പ്. ഇംഗ്ലണ്ട് ജയിക്കണം എന്നാണ് നമ്മുടെ ഈ ആര് ജയിക്കും ഇങ്ങനെ എപ്പോഴും പറയാൻ പറ്റില്ല. ജയിക്കുന്നവർ ജയിക്കും, തോൽക്കുന്നവർ തോൽക്കും. പോലെ ഇന്ന് ഇംഗ്ലണ്ട് ജയിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ അർജന്റീന ജയിക്കണം. ഇന്ന് അർജന്റീന വരട്ടെ, എന്നിട്ട് ഫൈനലിൽ തോപ്പിച്ചു കൊടുക്കാം. ഓ അങ്ങനെ നൈസായിട്ട് ഇന്ന് അർജന്റീന ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം എനിക്ക് എന്റെ ഫേവറേറ്റുകളിൽ ആരും ബാക്കിയില്ല. ഇപ്പം എല്ലാ ടീമും പോയി. ഇപ്പൊ എനിക്കിപ്പോ ഉള്ളതിൽ ഫേവറേറ്റ് ആയിട്ട് 2 ആൾക്കാരെ ഇനിയിപ്പോ നിലവിലുള്ളൂ. ഒന്ന് ഹാരി കെയ്ന്, 2 മെസ്സിയാണ്. ഈ 2 പ്ലേയേഴ്സും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യണ, ഞാൻ ഒരുപാട് കാണാൻ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സിൽ 2 ആൾക്കാരാണ്. സോ ആരെങ്കിലും ഒരാൾ വിൻ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്ത് നടക്കുമെന്ന് അറിയില്ല. എന്തായാലും വണ്ടി കയറാം. വരൂ, കടന്നു അമലേട്ടാ. അയ്യോ അപ്പൊ അമലേട്ടടക്കി തികഞ്ഞ വാഹനപ്രേമിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള അമലേട്ടൻ്റെ കയ്യിലുള്ളൊരു പച്ച കുത്തി നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതായത് അമലേട്ടന് ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഇത് സുഖകരമാവും. ഈ കറക്റ്റ് എന്താ വെച്ചാൽ ഈ പുതുതായി ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ശരിക്കും ഫസ്റ്റ് ഗിയർ അങ്ങോട്ടാ, സെക്കൻഡ് ഗിയർ അങ്ങോട്ടാ, തേർഡ് അങ്ങോട്ടാ, ഫോർത്ത് അങ്ങോട്ടാ ഒക്കെ ഗിയറുമ്പോൾ നോക്കി മനസ്സിലാക്കണം. ഇത് നമ്മളിത് ഇങ്ങനത്തെ ഒരു പച്ച നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മതി. ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ടെസ്റ്റിന് RTO വരെ പറ്റിക്കാൻ പറ്റുന്നത് ഇങ്ങനെ 1 2 ഇവിടേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ അമലേട്ടൻ കഴിഞ്ഞ ഡ്രൈവിംഗ് ടെസ്റ്റിന് എന്താ ഇട്ടാണ് ഇങ്ങനെയാണ് അമലേട്ടൻ പഠിച്ചു വന്നത് കേട്ടോ. വന്ന വഴി അമലേട്ടൻ പറഞ്ഞിട്ടില്ല. ഓരോ ഗിയറുകളും വണ്ടിയെ പ്രണയിച്ച, വളയത്തെ പ്രണയിച്ച അമലേട്ടൻ ഇതാ യഥാർത്ഥ വണ്ടി പ്രേമി പച്ച കുത്തി വെച്ചിരിക്കുകയാണ് നമ്മളെ വണ്ടിമേ. ഇപ്പം നമ്മളെ വണ്ടി ഇതാ സൈഡാക്കിയിരിക്കുകയാണ്. അസറുവിനെ പറ്റി അതാ
ജിമ്മി കയറ്റുന്നു. എന്റെ ഒരു പ്രഡിക്ഷനിൽ ആരായിരിക്കും കപ്പ് ഉയർത്താൻ പോണത്? പിന്നെ പ്രഡിക്ഷൻ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ കാരണം predict ചെയ്യട്ടെ. ഓരോ ടീമും ഓരോ ലെവലിലാണ് കളിക്കണത്. അതായത് ഒരു കൺസിസ്റ്റന്റ് കളി ആരും കളിക്കണില്ല വേൾഡ് കപ്പില്. എനിക്ക് മനസ്സിലാവില്ല അർജന്റീന. എന്താ വിശേഷം? പരിപാടിയില്ല, ഒരു ചെറിയ ട്രിപ്പ്. ഹായ് വെള്ള ഫോൺ ആരോ കയ്യിലുണ്ട്. വെള്ള ഫോൺ അഫിന്റെ കയ്യിലില്ലേ? ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. കേറിക്കോളി. അപ്പൊ നമ്മള് വാഹനത്തിൽ ഓരോരുത്തരായിട്ട് കയറുകയാണ്. അസറുദ്ദീൻ തുപ്പിനിക്കാരൻ അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളെ വണ്ടിയിൽ വീണ്ടും കയറി പറ്റിയിരിക്കുകയാണ്. പയമാണോ? അമലേട്ടാ ലൈറ്റ് ഇടി. ഫസല് പോയല്ലോ. ഡോർ അടക്കിച്ചോ. അമലേട്ടാ ലൈറ്റ് ഒന്നും ഇടോ? സുഹൃത്തുക്കളെ, നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ജിമ്മി, കെൻസ്, അസീബ്, ഈച്ചു എല്ലാരും ഒരു ചായ കുടിച്ചപ്പോ ഒന്ന് ഓണായിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് എല്ലാരും ഇറങ്ങിയിട്ടുള്ളൂന്നുണ്ടെങ്കിലും ഓഫ് ആവാൻ പോവാണ്. ഓണായരൊക്കെ ഞാൻ ഉറങ്ങിയിട്ടില്ല. നാഷണൽ ഗാനം തീം സോങ് ആണ് നമ്മളെ ലോ ക്ലാസ് ക്ലബിന്റെ. സുഹൃത്തുക്കളെ, നമുക്ക് പോയോക്കാം. നമ്മളെല്ലാരും സെറ്റാണ്, റെഡിയാണ്. നമുക്ക് ഇനി പോയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമ്മൾ എങ്ങോട്ടാ പോണത്, എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരാനിരിക്കുന്ന വിശേഷങ്ങളൊന്നും ഞാൻ പറഞ്ഞപ്പോ സർപ്രൈസ് കളയുന്നില്ല. പോയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതാ യാത്രക്കിടയിൽ ഒരു പ്രൗഡ് മൊമെന്റ് കാണാനിടയായി. കോഴിക്കോടിലെ കെട്ടിടങ്ങൾക്കിടയിൽ നമ്മളെ ഫോട്ടോ തട്ടോ. ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി അബേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബിൽഡിങ്ങുകൾക്കിടയിൽ, വലിയ വലിയ ബിൽഡിങ്ങുകൾക്കിടയിൽ ഒരു വലിയ ഫ്ലക്സിൽ അതാ നമ്മൾ നിൽക്കുന്നു. ഹായ്. അതുപോലെ തന്നെ അസറോ, നമ്മളെ ബിൽഡിംഗ് എവിടെ? ഓഫ് ആക്കിയടാ. ഇത് അങ്ങോട്ട് വാ. വലത്തേ ഭാഗത്ത് മുന്നോട്ട് പോയിട്ട് അസറോ വലത്തോട്ട് അത് ഞാനല്ല അസറോ. ഇതാ കോഴിക്കോട് നഗരത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മൾ ഈ റൂട്ട് ശരിയല്ല. അവരുടെ മെല്ലെ പോയി ശരിയായ റൂട്ട് ബെയ്റൂട്ടിനൊപ്പം. അങ്ങനെ രണ്ടാമത്തെ 100 മീറ്ററിൽ 2 ഫ്ലക്സിൽ നമ്മൾ സാക്ഷിയായിരിക്കുകയാണ്. ബെയ്റൂട്ടിന്റെ ഫ്ലക്സിൽ ഹൈലൈറ്റ് മാൾ റൂട്ടിലിട്ടതാ. ഹൈലൈറ്റ് മാൾ ഇടതേ ഭാഗത്തേക്ക് വരുമ്പം ഇടതേ ഭാഗത്തും വലതേ ഭാഗത്തും, മാളിന്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് നമ്മുടെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ബെയ്റൂട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് അബൈറ്റിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ പ്രൗഡ്. അതുപോലെ തന്നെ ബിസിനസ് പാർക്ക്, ക്ലബ് സുലൈമാനി ഇറങ്ങണ്ടോ? ഇതാ ഹൈലൈറ്റ് മാള് കഴിഞ്ഞ് അടുത്ത 100 മീറ്ററിൽ ഇതാ വീണ്ടും നമ്മളെ ഫ്ലക്സ് BSc ഇന്റീരിയർ ഡിസൈൻ. ഫ്ലക്സുകൾ കൊണ്ട് കളിയും ചിരിയും. ഇതുപോലെ ആവശ്യമില്ലാതെ BGM വെറുതെ ഇടുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളിതാ കണ്ണൂരിന്റെ മടിത്തട്ടിലെത്തിയിരിക്കുകയാണ്. ജിമ്മി ഒന്ന് പിടിക്കൂ. നമ്മുടെ എല്ലാ വ്യക്തിത്വങ്ങളും അമലേട്ടാ ലൈറ്റുകൾ ഏതൊക്കെയാ? മറ്റേതും എല്ലാ വ്യക്തിത്വങ്ങളും ഇതാ ഉറക്കം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഈച്ചുവിന്റെ കണ്ണുകൊക്ക് അഫീഫിന്റെ കണ്ണുകൊക്കെ അഫീഫിന്റെ അഫീഫ് സുഖിച്ചിറങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും സൂപ്പർ സ്ലീപ്പ് കിട്ടിയിട്ടാണ് ഇപ്പൊ അഫീഫ് നിങ്ങളെ മുന്നിലിരിക്കുന്നത്. ഇതാ നമ്മൾ ഇക്കു. എല്ലാരും ഉറക്കം ഒന്ന് കട്ടായിട്ടോ. അതാ നമ്മുടെ നേതാവ്, നമ്മുടെ ഇന്നത്തെ യാത്രയുടെ അമരക്കാരൻ പാർട്ടി പരിപാടിക്ക് പോണ പോലെ വെള്ളം ഇട്ട് വന്നു ഗൾഫിൽ നിന്ന്.
ഗൾഫുകാർ സൗദിക്കാർ ഗൾഫിൽ നിന്ന് വരുന്ന പോലെ വന്നിക്കണ്. എനിക്ക് മനസ്സിലായിട്ടില്ല അതിന്റെ ട്രിക്ക് എന്താന്നുള്ളത്. റസലിപ്പോ വരേ. അപ്പൊ അതാ അവിടെ നോക്കുകയാണെങ്കിൽ ബാസിൽ റെഡി ആവുകയാണ്. ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട വേണമെന്നാണ് നമുക്ക് പ്രത്യേക നിർദ്ദേശം കിട്ടിയത്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം സൽമാനെ കിട്ടിയപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, സൽമാന്റെ നിർദ്ദേശങ്ങൾ എഴുതി തള്ളണ്ട, കാറ്റിൽ പറത്താൽ തന്നെ ആ നിർദ്ദേശത്തിനനുസരിച്ചുള്ള ഒരു കടയിൽ കയറണമെന്ന് വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് പോകാം. അത് പാട്ടിടല്ലേ പ്ലീസ്. അത് കോപ്പറേറ്റ് അടിച്ച ഈ വ്ളോഗ് ഉണ്ടാവില്ല കേട്ടോ. എല്ലാ മുക്കിലും അതിലും നിങ്ങൾ ആ പാട്ടിട്ടിക്കണേ. പ്ലീസ് വേക്ക് അപ്പ് അഫീഫ്. നബീല് രാക്ഷസ രാജാവ് കണ്ടിരിക്കേനി. അല്ല റസലോ? സുഹൃത്തുക്കളെ, ഞങ്ങളെ കണ്ണൂരിലെ നേതാവ് ഇവിടെ എത്തിയിട്ടില്ല. ആദ്മി അന്തർ അന്തർ ഒന്നും കാണുന്നില്ല. എടാ ഇങ്ങനെ ഓർഡർ ചെയ്യ്, ഫുഡ് ഓർഡർ ചെയ്യ്. അഫിയ നീക്ക് അന്റെ പുതപ്പ് മാറ്റി വെച്ചാ. പുതപ്പ് വരുമ്പോ ജിമ്മേന്റെ ഇരുപ്പേതാ തലയും മുടിയൊക്കെ ഇതേതാ സ്റ്റൈലാ ഫീവേ? തന്തപൊടി സ്റ്റൈൽ. ഇങ്ങനെ പൊന്തിയ മുടി. എന്താ എവിടെ കണ്ണാടിയില്ല. മുടി ചെറുതാക്കി കൂടെ എന്റെ പോലെ ചെറുതാക്കി നിർത്തണോ? ഇറങ്ങടാ. ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ ആഫീഫൊക്കെ? ദയവേത് ഞാൻ ഇറങ്ങാണ്. അസറുവിന്റെ അവസ്ഥ ആലോചിച്ച്. ഇന്നലെ ജോർജിയയില്, രാത്രി അബുദാബിയില്, പൊലച്ചക്ക് കോഴിക്കോട്, ഉച്ചക്ക് കണ്ണൂര്. ബഹുമാനപ്പെട്ട അസറുദ്ദീൻ തുപ്പിരിക്കാടന്ന് വരികയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോളി. നമ്മളെ അർബാനി ഈ ഫ്രെയിം ഇങ്ങനെ വെച്ചോക്കെ ജിമ്മി. ലവ്ലി ഫ്രെയിം. എന്റെ വണ്ടി തന്നെ ലോകത്തിലെ ഏറ്റവും സൂപ്പർ വണ്ടി. മാഷാ അല്ലാ, എന്റെ വണ്ടി സൂപ്പർ വണ്ടി, ലോകത്തിലെ ഏറ്റവും സൂപ്പർ വണ്ടി. നമ്മൾ അങ്ങനത്തെ ഇടലുള്ളൂ. മെറൂൺ തന്നെ വളരെ അപൂർവമാണ്. ഡോറടക്കി ഞാൻ ഒരാളെ എത്ര ആളുണ്ട് നമ്മള്? 1 2 3 4 5 6 7 8 9 10 ആള് അല്ലേ? അപ്പോൾ സുഹൃത്തുക്കൾ, എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ കയറുകയാണ്. ബാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഡിഷുകൾ ഓരോന്നായിട്ട് വന്നിരിക്കുകയാണ്. കണ്ണൂരിൻ്റെ അസീബത മുരിങ്ങ എന്തോ സ്പെഷ്യൽ ചൈനീസ് ഡിഷ് വിത്ത് ക്രീം ഓഫ് ചിക്കൻ. കെൻസദ മുക്കി ഓതന്റിക് ചൈനീസ് പാത്രങ്ങളിൽ വരുന്ന മോമോസ് കഴിക്കുന്നു ആഫീഫ്. അവിടെ സൂപ്പ് കുടിക്കുന്നു. എല്ലാ നാട്ടിലും ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ. കൂട്ടത്ത് കൂടുമ്പോഴും ഗെയിം കളിച്ച് ആ ഒരു സുഹൃത്ത് വലയത്തിനും ശ്രദ്ധ നൽകാതെ സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി ഗെയിം കളിച്ച് ജീവിക്കണ കുറേ യുവാക്കൾ. അപ്പോൾ ഒരു ഫിഷ് വന്നിക്കണേ. ഫിഷ് ഇഷ്ടപ്പെട്ടോ ആസ്ലേ? സർവന് വന്നാൽ തന്നെ ഡയറ്റൊക്കെ പൊട്ടിച്ചാകെ തീരുമാനമായി കൈ കൊടുത്തിട്ടോ.
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കണ്ണൂരിലെ നമ്മളെ ഖജാൻജി റസൽ അവർകൾ അതാ കണ്ണൂരിൽ നമ്മളെ ഖജാൻജി റസൽ സാർ പെട്ടെന്ന് ഫ്രെയിമിൽ കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആവശ്യമായ റിസോർട്ട് പരിചയപ്പെടുത്തി തന്നതും ഞങ്ങൾ ഇന്നത്തെ ഔട്ടിങ് മനോഹരമാക്കുന്നതിനും കണ്ണൂരിൽ ഇന്നത്തെ ഒരു ദിവസം എന്താവശ്യത്തിനും നമ്മൾ കണ്ണൂർ വന്നാലും കണ്ണൂരിലെ നമ്മൾ മറക്കാതെ വിളിക്കുന്ന പേരാണ് ഞങ്ങളുടെ റസൽക്ക. എന്തിനും ഏതിനും റസൽക്ക, കണ്ണൂരിൽ ഞങ്ങൾക്ക് റസൽക്ക എന്നുള്ളൊരു മുദ്രാവാക്യം. പുതിയ വീഡിയോ ഔട്ട് ചെയ്യുന്നുണ്ട്. അല്ല ചെയ്യൂലേ ഇൻഷാല്ലാ. റസലിന്റെ വീഡിയോ എല്ലാവരും കാണാം. റസൽ ക്യാമറ കുടുങ്ങിങ്ങനെ ഭക്ഷണത്തിനോടൊക്കെ നീച്ചോടി. അപ്പൊ ഇത് നബീലണ്ണൻ ഡയറ്റ് പരമായിട്ട് ഓർഡർ ചെയ്ത സാലഡാണ്. അത് അതേമാതിരി തന്നെ ഹനാനെ ഡയറ്റിൽ കഴിച്ചതാ. ഇതിന്റെ കൂടെ തന്തൂരിയും ഡയറ്റ് മീലും തന്തൂരിയും ഇതും ഈ സ്പിനാച്ചിയും എല്ലും ഫുൾ ഡയറ്റ്. അപ്പം ഇക്കു തിന്ന സാലഡാണിത്. ഇക്കു ഓർഡർ തന്നെ ഈ ഒരു സ്പെഷ്യൽ സാലഡ്. എനിക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഈ പച്ചക്കറിയും പയവർഗവും മൊത്തം പച്ചക്കറി പയവർഗവും മൊത്തം തള്ളിക്കളയാണെങ്കിൽ എന്തിന് സാലഡ് ഓർഡർ ചെയ്യണം? വല്ല അൽഫാമോ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോകണം മിസ്റ്റർ. അപ്പൊ നമ്മൾ വന്ന പീടിന്റെ പേരാണ് ചാങ് ചാങ് ഫ്യൂഷൻ മെനു 199 rupees സ്റ്റാർട്ടിങ് ഡെസി ചാങ് ചാങ്. ചാങ് ചാങ് നമ്മളിന്ന് കടന്റെ പേര് കണ്ട് മാത്രം കയറിയത് കേട്ടോ. കാരണം നമുക്ക് തായ്ലൻഡ് പോയ ഓർമ്മയിലൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകളിൽ കയറാൻ നമുക്കൊരു ആഗ്രഹമായിരുന്നു. ചാങ് ചാങ് മീങ് മൂങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ ഫുഡുകളാണ് കഴിച്ചതും ഫുള്ള്. ഇതൊക്കെ നോക്ക്, എന്തോ ഒരു മിന്റ് ചട്നി സാലഡ്. എന്തായാലും പള്ള നിറച്ച എല്ലാവരും തിന്നിട്ടുണ്ടോ? ഭക്ഷണം കഴിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ അപ്പം ഇനി നമ്മൾ റിസോർട്ട് ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. നമുക്ക് പോയിട്ട് എവിടേക്കാണ് നമ്മൾ പോണത്, കാര്യങ്ങൾ അമ്മിണി ലോഡ്ജ് കിട്ടോ. വാ ലൊക്കേഷൻ. ഓ എല്ലാരും കൂടിയാ? ഇവിടുന്ന് എടുക്കണോ ഇവിടുന്ന് എടുക്കണോ? എവിടുന്നാ? ഇവിടെ എടുക്കണേ, അവിടെ എടുക്കാം. വരി. ഇതിങ്ങനെ ഒരു ചോക്ലേറ്റ് പോലും കേട്ടോ. തിന്നാ തീറ്റിക്കാരാണ് കേട്ടോ അതൊക്കെ. ഫുള്ള് ഡയറ്റ് അല്ല വാസിലെ, ഒരു ചായ ഒഴിവാക്കണേല് പകരം ഇത് തിന്നുമ്പോ തന്നെ സെയിം തന്നെ കയറുന്നത്. ചായനെക്കാട്ടിന് ഷുഗറാണ് ഒറ്റ സ്കൂപ്പിൽ കയറുന്നത്. ഗോപാല ഗോവിന്ദ കൃഷ്ണ ഹരേ. Let's take a photo from Chang Chang, guys. പാനിപുരി ലേഡീസിന് ഇഷ്ടമുള്ളത് പാനിപുരി. ഇങ്ങനെ തിന്നണാണ് ആ പെണ്ണുങ്ങളെല്ലാവരും പാടട്ടോ. അല്ല എല്ലാവരും എൻ്റെ പെണ്ണുങ്ങളൊന്നുമില്ലേ പറയണൊക്കെ അങ്ങനെ പാനിപുരി ഞാൻ പറഞ്ഞു ഇവലൊക്കെ തിന്നണ ഞാൻ കാണലുണ്ട്. പോട്ടെ. എടാ പേരെടാ, ഇരിക്കി ഏട്ടാ, നിങ്ങൾ ഇവിടെ ഇരുന്നോളി. കട്ട് ചെയ്തോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ നമ്മളെ വണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബാസിൽ അവർകൾ അമലേട്ടനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഇടുങ്ങിയ വഴികളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാരം. അതാ ബൈക്കുകാർ അതിൽ അവരുടെ യഥാർത്ഥ തനത് ശൈലിയിൽ യാതൊരു മാറ്റമില്ലാതെ ബൈക്കുകാർ ഇതാ ആ ഉള്ള ഗ്യാപ്പിലൂടെ കുത്തിത്തിറക്കി ബൈക്കുകാർ വരുന്നു. അയ്യോ ചേട്ടാ ചവിട്ട് അടക്കിട്ടോ. അപ്പോൾ ആ വാഴകളെ തൊട്ടുരുമ്മിക്കൊണ്ട് വണ്ടിയിൽ ഒരു പറ്റം വാഴകൾക്ക് ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ട് അത് മേലെ വാഴ താഴെ വാലിൻ്റെ ഇടയിൽ വാഴകൾക്കിടയിൽ വാഴകൾ നിന്നുകൊണ്ട് വാഴകൾ വരുന്ന വണ്ടി മുന്നോട്ട് വരികയാണ്. സുഹൃത്തുക്കളെ, മുന്നോട്ട് വരികയാണ്. വാഴകൾക്കിടയിൽ നിന്നും അതാ ഇക്കു ഒരു വായന താങ്ങി പിടിച്ചിരിക്കുന്നു. വായന താങ്ങി പിടിക്കുന്നത് കാണാം. ഇക്കു ഒരുപാട് വാഴകൾ വരുന്ന വണ്ടി ബസ്സിൽ കണ്ണടയൊക്കെ ഊരിയിട്ട് റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് കാണാം. തിരിഞ്ഞു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറല്ല. മാഷാല്ലാ, പേടിയാണ്, എന്ത് പറയാനും പേടിയാണ്. അപ്പം നമ്മൾ ഏകദേശം കണ്ണൂരിൻ്റെ ഊട് വഴികളിലെത്തുകയാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂരിൻ്റെ ഭംഗി കൂടുതൽ ഇപ്പം അന്ന് പോയ സ്ഥലം ഉള്ളിലല്ലേ ഇനിയോ?
അന്ന് നിന്നേ ആ, അതായത് ഭയങ്കര ഉള്ളിലേക്ക് വരുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള ഏരിയകളുള്ള പ്ലേസ് ആണ് കണ്ണൂര്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റസലിനോടൊരു വലിയ പ്ലാനൊക്കെ പറഞ്ഞു, എക്സ്പ്ലോർ കണ്ണൂർ എന്നുള്ളൊരു പ്ലാനൊക്കെ. പിന്നെ നടന്നിട്ടില്ല. കണ്ണൂര് എന്ത് വേണമെങ്കിൽ ചെയ്തുതരും. കണ്ണൂരിലെ നമുക്ക് കോഴിക്കോടിനെ പറ്റി കുറെ ആൾക്കാർ പറയാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്, മലപ്പുറത്തിനെ പറ്റി പറയാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്. അല്ല കണ്ണൂരേക്ക് പറയാൻ ആരുണ്ട് എന്നുള്ളതല്ല, കണ്ണൂര് അല്ല ഞാൻ പറയലുണ്ടല്ലോ ജീവിച്ചാള് പോവൂലടാ. ഞാൻ കണ്ണൂരിനെ കുറിച്ച് പറയണത്ര ആരെങ്കിലും ഈ പറഞ്ഞു കേട്ടിണ്ടാ? ഇല്ല, കേട്ടിട്ടില്ല. ഇങ്ങളെന്നെ പറയില്ല കണ്ണൂര്. ഞാൻ കണ്ണൂരിനെ പുകഴ്ത്തി പറയണ പോലെ നിങ്ങൾ കണ്ണൂരിനെ പുകഴ്ത്തി പറയില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യല് കണ്ണൂര്. കാരണം എനിക്കിഷ്ടമാണ് ഇവിടുത്തെ കൾച്ചറും, എനിക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇവിടുന്ന് സ്നേഹം, അതായത് എനിക്ക് ഇവിടുന്ന് സ്നേഹം മാത്രം കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഇവിടുന്ന് ദേശീയ വെറുപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഈ നാട് ഇഷ്ടമാവും. അത് ഇന്നൊരാൾ പറയാ അതിപ്പോ എങ്ങനെയാണ് എനിക്ക് ഞാൻ അനുഭവിച്ചത് എനിക്കൊരാളോട് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പൊ വേറൊരാൾ അനുഭവിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അനുഭവിച്ചത് സ്നേഹമാണെന്നുണ്ടെങ്കിൽ എനിക്കതേ പറയാൻ പറ്റുള്ളൂ. വണ്ടി അത് വരുന്നു. ഇതാ കണ്ണൂരിന്റെ വഴിത്താരകളെ സാക്ഷിയാക്കിക്കൊണ്ട് ബന്ധം നമ്മുടെ അർബാനിയ. എങ്ങോട്ടാ പോണ? തിരിയൂരേ അത്രക്കില്ല കൺസേഷൻ, എന്നാലും കുഴപ്പമില്ല. അവിടെ തിരിക്കണേ. ഇതാണോ? പക്ഷെ ഈ പ്രശ്നമുള്ള വളവും ഞങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ഒറ്റ തിരിയിൽ എടുക്കുന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാ കണ്ടോളൂ നമ്മുടെ ഡ്രൈവറുടെ എക്സ്പീരിയൻസ്. ബസ്സിന്റെ തല പോയിപ്പോ തട്ടീനി പോസ്റ്റുമേ. ഓ ഇത് ഫുൾ വളവാണല്ലോ. ഇത് ഞങ്ങളുടെ ഡ്രൈവർ അല്ല ഞാൻ ചോദിക്കട്ടെ, വളവില്ലാതെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല? എങ്ങനെ? സ്ട്രൈറ്റ് റോഡ് ഉണ്ടോ? വേറെ സ്ട്രൈറ്റ് റോഡ് ഇല്ല, ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇതിലെ തന്നെ പോണം. കടലുണ്ടാ കണ്ട ഇതില്? ഇത് ആ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാടാ. പിന്നെ ഇവിടെ വീട്, ഇങ്ങനത്തെ 2-3 വീട് മാത്രമേ ഉള്ളൂ. മുന്നേക്കെടുത്തോ? വരുന്നുണ്ട് ചെക്കന്മാരതാ വരുന്നേ. കിട്ടും തോന്നുന്നു നമ്മളെ വണ്ടിക്ക്. അതാ കൂളായി വരുന്നു നമ്മളെ വണ്ടി. ഡ്രൈവറൊക്കെ എയ്മായി മോനെ. ഏത് റോഡും കാറിനേക്കാൾ മറ്റേ വിജയ് തെരഞ്ഞെടുപ്പിന് നിൽക്കണ പോലെ അർബാനിന്റെ മുന്നിൽ സെൽമാൻ നിക്കണ്. കാറിനേക്കാൾ എന്നൊക്കെ പറഞ്ഞ അവിടെ ഇടിച്ചോ? അവിടെ ഒരു സ്റ്റോപ്പായ പോലെ കാണുന്നു. ഇല്ല വരേക്കാറല്ലേ. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. ഞാൻ ഇപ്പൊ വീട് പണികളൊക്കെ നടക്കണോടത്തേക്ക് ഇങ്ങനെ നോക്കും, എന്താ ഇപ്പൊ ഇവലൊക്കെ ചെയ്യണത്. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് തേപ്പ് കഴിഞ്ഞു അല്ലേ. നമുക്കും വീട് പണിനെ കുറിച്ച് അറിയുന്ന നാലാൾ അറിയട്ടെ. ഇനി പ്ലംബിങ് ആണ് കേട്ടോ നടക്കാള്, വയറിങ്. പിന്നെ അതിന് ശേഷം POP, പെയിന്റിങ്. അല്ലല്ല പുട്ടി. എടാ കുറുക്കന് മുന്നിക്കട് കുറുക്കന്. ചവിട്ട്. അപ്പൊ ഇനി ഞങ്ങള് ഇതിന് ഊരാൻ പറ്റില്ലല്ലേ. ഇതെന്താ ലൈഫ് ടൈം സീറ്റ് ബെൽറ്റാ. ഇറങ്ങി. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ വാഹനം ഇതാ കുത്തിത്തിരിക്കുകയാണ്. ഇതാ മന്ദം നിങ്ങൾക്കരികിലേക്ക് നമ്മളെ വാഹനം വരികയാണ്. നമ്മുടെ അർബാനിയ. റോഡ് എങ്ങനെയുണ്ട്? അടാ കുറ്റി പറഞ്ഞോളെ. അതൊക്കെ ഡ്രൈവർ കാണടാ നമ്മളെ. മാഷാ നമ്മളെ സൂപ്പർ ഡ്രൈവർ. പക്ഷെ പോകുന്നില്ലേ എല്ലാ പോക്കറ്റും? വരും. സുഹൃത്തുക്കളെ ബാ ഇജി കുറുക്കനെ കണ്ടോ? ബാസിലെ കുറുക്കനെ കണ്ടോ?
കുറുക്കൻ എന്തെങ്കിലും കാട്ടുവോ? ആ കുറുക്ക ആക്രമിക്കും. ചേച്ചി കുറുക്കനുണ്ട്. അത് സ്ഥിരല്ലാണ്, എപ്പോഴും ഉള്ളതാ, ഒരു ഡെയിലി കാണാണ്. അവിടെ ഉള്ളതാ, നമ്മളെ കുട്ടുവാണ്. പക്ഷെ അതിന് തീരെ പേടിയില്ല. എന്താ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോയിനെ പിടിക്കൂല? ആണോ? കോഴി വളർത്തണില്ല. ഇത് നിങ്ങളെ പൂച്ചയാ? എന്താ പേര്? കുട്ടുമണി. കുട്ടുമണി, കുട്ടുമണിയേ. ചേച്ചിന്റെ പേരെന്താ? പ്രഭ. സൂപ്പർ പേരാണല്ലോ. പ്രഭാവലയം ഓറ. ഓ, ചേച്ചിക്ക് ഓറുണ്ട്. പക്ഷെ അല്ലേ കുറുക്കനില്ലേ ഓടണൊന്നുമില്ല. അതിങ്ങനെ ചേച്ചിനെ വിടുതാ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ കാണാം. ബൈ ബൈ, ടാറ്റാ. ഓ, ചേച്ചിന് എൻ്റെ വല്യമാക്കാൻ പറ്റുമോ? ഞാൻ ആക്കിനി. ഭയങ്കര സ്നേഹം. ആടോ, അതാണ് ഞാൻ പറഞ്ഞേ, ഇവിടെ രസമാണ്. ഇവിടെ അങ്ങനെ ഒരു വൈബുണ്ട്. നമ്മളുടെ സാധനം സെലക്ട് ചെയ്യുമ്പോ അത് ഇന്നേ വരെ മോശമായിക്കണോ? ഞാനൊരു പറയണ്ട, അത് വലിയ കഥയാണ്. പണ്ട് ഞാൻ റിസോർട്ട് ബുക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയുള്ളൂ. കേൾക്കാത്ത തെറിയോ അന്ന് കേൾക്കാത്ത തെറികൾ വേറല്ല. അപ്പൊ അങ്ങനെ മോശമാക്കണം. പക്ഷെ പിന്നെ ഞാൻ സൂക്ഷിച്ച് കണ്ടും കരുതിയൊക്കെ ബുക്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ എനിക്ക് പറയാന്ന് വെച്ചാൽ നമ്മൾ റിസോർട്ടിൽ എത്തണം. അപ്പൊ നമ്മള് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോണത്. അപ്പം കിടിലൻ എന്റർടൈൻമെന്റ് പാക്കേജുകളുമായിട്ട്, അതുപോലെ തന്നെ നമ്മളെ വേൾഡ് കപ്പ് പ്രഡിക്ഷൻ ഇന്ന് എല്ലാവരും വീഡിയോന്റെ അണ്ടറിൽ ഇപ്പൊ തന്നെ പ്രഡിക്ട് ചെയ്യുക. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം ആരാവും ജയിക്കാൻ പോണത്, ആരാവും മാർക്ക് നേടുക? ചേച്ചി ഇപ്പൊ നീ സ്നേഹം മടൽ വരെ അടിക്കും. കുറെ ആൾക്കാരുണ്ട് ജയിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് പോർച്ചുഗൽ അങ്ങനെ ബ്രസീൽ പറയണ്ടെങ്കിൽ ഇപ്പൊ പറയും. ഇന്നത്തെ കളി എന്താ പറയടാ? പെരുങ്കളിയാണ്. അല്ല കിട്ടൂലല്ലോ, അതല്ലോ. അപ്പം സുഹൃത്തുക്കൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ആടോ 0.5 കിട്ടോക്ക്. ഇതാ നമ്മളെ റിസോർട്ടിൽ നമ്മൾ ഏകദേശം എത്തി. അപ്പം നമ്മളെ റിസോർട്ട് എങ്ങനെയുള്ളതാണ്, കാര്യങ്ങൾ, സംഭവങ്ങൾ, പരിപാടികളൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി തരാം. അപ്പം ഇതാണ് ഓർത്തച്ചോളി. നിങ്ങൾ ട്രിപ്പ് കാര്യങ്ങൾ ബുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ എൻക്വയറി നമ്പർ കേട്ടോ. അപ്പം വിത്ത് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ നമ്മൾ വണ്ടി പുറം വർക്കുകൾക്ക് കൊടുക്കുന്നുണ്ട്. കല്യാണം, കൊളവാടം പരിപാടികൾക്കൊക്കെ നമ്മൾ വാഹനം വിട്ടു നൽകുന്നതായിരിക്കും. സോ നമ്പറിൽ നോട്ട് ചെയ്തേക്കുക. വാഹനം ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിലുടനീളം, കേരളത്തിനകത്തും പുറത്തുമായി നമ്മൾ യാത്രകളും ട്രിപ്പുകളും ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ വ്ളോഗ് നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്താണെന്നുള്ളത് സർപ്രൈസാണ്. നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികൾ ഫുള്ള് സർപ്രൈസാണ്. അത് നമുക്ക് ഇതിന് ശേഷം കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. വ്ളോഗ് ഇഷ്ടപ്പെട്ട് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും നാളെ കിടിലൻ വ്ളോഗുമായിട്ട് കാണാം. ഈ മാസവും അടുത്ത മാസവും ഒരുപാടധികം വ്ളോഗുകൾ വരാനുണ്ട്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.